ഇന്നൊരു ഈവനിങ് സ്നാക്ക് നോക്കിയാലോ? എല്ലാവർക്കും അറിയാത്ത കാര്യമൊക്കെ തന്നെയാണ്, പക്ഷേ എങ്കിലും എൻ്റെ വക ഒന്ന് കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഡെയിലി വ്ളോഗ്സ് കാണിക്കുന്നതുകൊണ്ടാണ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ കാണിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ദാ ഒരു പാത്രത്തിലോട്ട് നമ്മളിപ്പോൾ 1 കപ്പ് മൈദാമാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുക്കണേ. അപ്പോൾ നന്നായിട്ട് പുറം ഭാഗം നല്ല മുരിഞ്ഞ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദാമാവ് എടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം അരിപ്പൊടി ചേർത്തെടുക്കാം. ഇടിയപ്പത്തിന് കിടക്കുന്ന ആ പൊടിയില്ലാതാണ് കേട്ടോ ചേർത്തെടുക്കാനുള്ളത്. പിന്നെ ഒരു 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആകാം പഞ്ചസാരയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർക്കാനുള്ളത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം സോഡാപ്പൊടി അത് ചേർക്കണം കേട്ടോ, എങ്കിലേ മാവ് നന്നായിട്ട് ഫെർമെൻറ്റായി കിട്ടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദോശയുടെ അപ്പത്തിൻ്റെ മാവൊക്കെ പുളിച്ച മാവ് ഫ്രിഡ്ജിൽ കാണുമല്ലോ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും. പഴംപൊരിയൊക്കെ നല്ല വീർത്തിങ്ങനെ വരും കേട്ടോ, അങ്ങനെ ചേർത്താലും മതി. പിന്നെ അതിൻ്റെ ഒരു സ്മെല്ല് എന്തായാലും കാണും. ഈ ഒരു ടൈമിലെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ അടുത്ത വീഡിയോ അല്ല, കുറച്ച് നാൾ മുന്നേ അടുത്ത വീഡിയോ ആണ് ഇത്. ചക്ക മാങ്ങ ഒരു സീസണിൻ്റെ ആ സമയത്തായിരുന്നു. ഭയങ്കര കൊതുകും ഈച്ചയുടെ ശല്യമായിരുന്നു കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെ കിച്ചൺ ക്ലീൻ ആക്കി ഇട്ടാലും എന്തെങ്കിലും ഇതുപോലെ പഴം എന്തെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ കൊതുകിൻ്റെ ശല്യം നല്ലോണം ഉണ്ട്. അപ്പോൾ കൊതുക് ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ശല്യപ്പെടുത്തുന്നതാണ് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ആ കാര്യം ഇങ്ങനെ ഓർമ്മ വന്നത്. ഞാൻ മുമ്പേക്കെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കർപ്പൂരുണ്ടല്ലോ കത്തിച്ചൊരു സൈഡിലോട്ട് അങ്ങ് വയ്ക്കുകയും അപ്പോഴേ അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഈ കൊതുകൊന്നും വരുമല്ലോ, അതെനിക്ക് വിട്ടുപോയതാണ്. പക്ഷേ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നതിന്. അപ്പം ഇങ്ങനെ കൊതുക് ശല്യമുള്ള സമയത്ത് ഒരു കർപ്പൂരം കത്തിച്ചെന്ന് വെച്ചാൽ മതി, ഒരു കിച്ചൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ ആ ഒരു കൊതുക് ശല്യം ഇല്ലാതിരിക്കും. അപ്പോൾ അതാ പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. നാടൻ പഴം കേട്ടോ, ചെറിയ പഴമായതുകൊണ്ട് തന്നെ ഞാനത് 3 പീസായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കൊതുകിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് വാഴക്കപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ കാര്യം പറയാൻ വിട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യം പോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഒരുപാട് ലൂസാക്കരുത് എന്നാൽ ഒരുപാട് കട്ടിയാവേണ്ട, ആ ഒരു പാകത്തിനൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1-2 മണിക്കൂർ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. നമുക്ക് ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, വിഷയമില്ല. അപ്പോൾ ഞാൻ ആ പഴം ചെറുതായതുകൊണ്ട് തന്നെ ഒരു 3 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചൊന്ന് മാറ്റി വെച്ചു. പിന്നെ ഇതാ ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ പാം ഓയിൽ ഒഴിച്ചിട്ട് ഈ ഒരു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്നത് അതേ സെയിം ടേസ്റ്റ് ചെയ്യാനായിരിക്കും കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം സൺഫ്ലവർ ഓയിലൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കവർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാം ഓയിൽ. അപ്പോൾ അതിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് എനിക്ക് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു വടയും വാഴക്കപ്പം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, കറക്റ്റ് ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വെച്ച് സാധാരണ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ആയിരിക്കും. അതുപോലെ സൺഫ്ലവർ ഓയിലാകുമ്പോൾ വലിയ ഇതൊന്നും കാണില്ല, എങ്കിലും നമുക്ക് വെറുതെ ഇങ്ങനെ നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഈ നമ്മൾ എണ്ണ മാറ്റുന്നതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റും നല്ല രീതിയിൽ മാറും കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാൻ വന്നതിന് ശേഷം ഞാൻ അത് ആ മാവൊന്ന് ആ ഒരു പഴം ഉണ്ടല്ലോ മാവിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എപ്പോഴും നല്ലോണം മുങ്ങി കിടക്കത്തക്ക രീതിയിലാണ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുകയും ചെയ്യണം. അപ്പോൾ എണ്ണ ഒരുപാട് വലിച്ചെടുക്കില്ല കേട്ടോ. അപ്പം നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ, തീരെ ലോ ഫ്ലെയിം ആക്കേണ്ട, എണ്ണ നല്ലോണം കുടിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഒരു കളർ ഒന്ന് മാറി വരണം, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണേ. ഇട്ടുടനെ എടുക്കരുത്, കുറച്ചൊന്ന് കളർക്ക് ഒന്ന് മാറി വന്നതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആവുകയും ചെയ്യും, ഉള്ളിൽ പഴം നന്നായിട്ട് കുക്കാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഞാൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പുറം ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ട് ഉള്ളിൽ നല്ല ഒരു പഴമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുള്ള ഒരു വാഴയ്ക്കപ്പം അല്ലെങ്കിൽ ഏത്തയ്ക്കപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.